തൂഫാൻ കാർ അടിച്ച് പൂക്കുറ്റി. സാധാരണ ക്രിസ്മസ്, ഓണം എന്നീ ആഘോഷങ്ങൾക്ക് ശേഷമാണല്ലോ ബെവ്കോ എത്ര രൂപയുടെ മദ്യം വിറ്റു എന്നതിൻ്റെ കണക്ക് പുറത്തുവിടുക. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിലുള്ള കച്ചവടമാണ് ബെവ്കോയ്ക്ക് നടക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെവ്കോയുടെ കണക്ക് കാണാം. എത്ര രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു പറ്റിച്ചത്, എവിടെയെല്ലാമാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം തന്നെ ഓണത്തിനും ക്രിസ്മസിനും ശേഷമാണ് പുറത്തു പറയാനുള്ളത്. ഇപ്പോൾ ഇതാ ഓണത്തിന് മുൻപ് തന്നെ വന്നിരിക്കുന്നു. 6 ദിവസത്തെ കണക്ക് കേട്ടാൽ കണ്ണു മഞ്ഞളിച്ചു പോവും. 512 കോടി 11 ലക്ഷം രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ ബെവ്കോ വിറ്റഴിച്ചത്. അതായത് 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മാത്രമുള്ള കണക്കെടുക്കുക. എത്ര കോടി രൂപയാണ്? 232.99 കോടി രൂപയുടെ മദ്യമാണ് 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വിറ്റഴിഞ്ഞത്. അപ്പോൾ ആലോചിക്കുക, ഇന്ന് ദിവസം കഴിഞ്ഞാൽ ഉത്രാടം, തിരുവോണം 2 ദിവസം കൂടി കഴിയുമ്പോഴേക്കും എന്തായിരിക്കും വിൽപ്പന? മലയാളിയുടെ കുടി അങ്ങനെ ഇടിച്ച് കയറുകയാണ്. ഗ്രാഫ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെയും അതിന് മുൻപുള്ള വർഷത്തെയും ക്രിസ്മസ്, ഓണ മദ്യ കുടിയേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലധികം വരുന്നു ഈ കുടി. എങ്ങനെയാണ് ഇത്രമാത്രം മദ്യം കേരളത്തിൽ ഈ ഓണ സീസണിൽ വിറ്റഴിയുന്നത് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാകും. അതായത് തൂഫാന്റെ ഭാഗമായി മയക്ക് മരുന്ന്, കഞ്ചാവ് കച്ചവടം കേരളത്തിൽ ഗണ്യമായി തന്നെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ലഹരി കിട്ടുന്നില്ല. അവർ മദ്യത്തെ ആശ്രയിച്ചിരുന്നവരല്ല. അവർ കഞ്ചാവിനെയും MDMA-യും ഹെറോയിൻ അടക്കമുള്ള രാസലഹരിയെയും ആശ്രയിച്ചവരാണ്. ഈ തൂഫാന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അവരുടെ ഉപഭോക്താക്കളും. അവരുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, അറസ്റ്റിലായവരുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കഞ്ചാവും രാസലഹരിയും ഉപയോഗിക്കുന്നവരാണ്. തൂഫാന്റെ ഭാഗമായി 9345 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. എത്ര അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്? 10,085 പേരെയാണ് സംസ്ഥാന വ്യാപകമായി അറസ്റ്റ് ചെയ്തത്. എത്ര MDMA പിടിച്ചെടുത്തു? 8,289.879 ഗ്രാമാണ് MDMA പിടിച്ചെടുത്തത് തൂഫാന്റെ ഭാഗമായി. 10,032.175 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. 515.687 ഗ്രാം ഹെറോയിനാണ് പിടിച്ചെടുത്തത്. അങ്ങനെ വ്യാപകമായി ഈ തൂഫാന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റും ആ അറസ്റ്റിലായവരുടെ ഉപഭോക്താക്കളും ഇതുവരെ ഉപയോഗിച്ചു വന്നിട്ടുള്ള കഞ്ചാവും MDMA-യും രാസലഹരിയും അവർക്ക് കിട്ടാതായിരിക്കുന്നു. അതാണ് ഈ പറയുന്ന 6 ദിവസം കൊണ്ട് ബെവ്കോയിൽ ഇത്രമാത്രം മദ്യം ചിലവഴിക്കാൻ കാരണം, അവിടെ വിറ്റുപോകാൻ കാരണം. 512 കോടി 11 ലക്ഷം രൂപയുടെ മദ്യ വിൽപ്പന ബെവ്കോയിൽ 6 ദിവസം കൊണ്ട് നടന്നു എന്നതിൻ്റെ അർത്ഥം ഇതുവരെ മദ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന കഞ്ചാവിലേക്കും രാസലഹരിയിലേക്കും പോയവർ തൂഫാനോടുകൂടി കുരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് പകരം ലഹരി കിട്ടുന്നില്ല. അങ്ങനെ അവർ പരമ്പരാഗതമായ ലഹരിയായിട്ടുള്ള മദ്യത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് തൂഫാന്റെ വിജയമാണ്. അപ്പോൾ ഇനി നടത്തേണ്ടത് മദ്യത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണവും അതേപോലെ തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള യുവാക്കളുടെ ഈ പറയുന്ന ഓരോ മദ്യലഹരി വിരുദ്ധ ദിനം വരുമ്പോഴും ക്യാമ്പസുകളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന പലതരം ബോധവൽക്കരണമൊന്നും കൊണ്ടും ഈ പറയുന്ന മദ്യലഹരി കേരളത്തിൽ നിൽക്കുന്നില്ല. മറിച്ച് ഈ മദ്യമേഖലയിലേക്കും തൂഫാൻ പോലുള്ള കർശന നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിലെ മദ്യാസക്തി കുറയുകയുള്ളൂ. രമേശ് ചെന്നിത്തല എടുത്ത തൂഫാൻ ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിലെ കേരളത്തിലെ സകലരും ഒന്നടങ്കം കൈയടിച്ചതാണ്. രാഷ്ട്രീയ ഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ എല്ലാവരും ആഭ്യന്തരമന്ത്രി എടുത്തിട്ടുള്ള ഈ തൂഫാന്റെ ഒപ്പം നിന്ന് പിന്തുണച്ചവരാണ്, ഇപ്പോഴും പിന്തുണയ്ക്കുന്നവരാണ് കേരളീയർ. അത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടായാൽ ഇങ്ങനെ കുടിച്ച് നശിക്കുന്ന ഈ മലയാളിയെ ഒരു പരിധിവരെയെങ്കിലും രക്ഷിക്കാനാകും. എങ്ങനെ ചെയ്താൽ? തൂഫാൻ
എങ്ങനെയാണോ ഈ പറയുന്ന കഞ്ചാവിൻ്റെയും രാസലഹരിയുടെയും പിന്നാലെ പോയി അവിടുത്തെ മാഫിയകൾക്ക് കുരുക്കിട്ടത്, അതേപോലെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ മദ്യവിൽപ്പനയും ബാറുകളുടെ മദ്യവിൽപ്പനയും കുറച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറയ്ക്കാനുള്ള പ്രായോഗിക നടപടികളിലേക്ക് കടന്നിട്ട്, ഈ ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ വെറുതെ പറയുന്ന കാര്യമാണ്, അതിനൊന്നും ഒരു കാര്യമില്ല. ബോധവൽക്കരണം ആരാണ് ലഹരി നിർത്തിയത്? അപ്പോൾ ഈ കുടിച്ച് നശിക്കുന്ന ഈ തലമുറയും അതേപോലെ മുൻപ് കുടിച്ച് നശിച്ചിട്ടുള്ള തലമുറയും ഇപ്പോൾ ഈ തൂഫാന്റെ ഭാഗമായി വന്നിട്ടുള്ള, അത് മിക്കവാറും ന്യൂ ജനറേഷൻ ആയിരിക്കുമല്ലോ, അവർക്കാണല്ലോ ഈ കഞ്ചാവും MDMA-യും ഈ പറയുന്ന രാസലഹരിയുടെ ആവശ്യം. വലിയ നമ്മുടെ മുതിർന്ന തലമുറ അങ്ങനെ MDMA-യും ഹെറോയിനും ഒക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ അറസ്റ്റിലായവരുടെ പ്രായം നോക്കിയാൽ മതി. ഈ 10,085 അറസ്റ്റ് നടന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും യുവാക്കളാണ്. അപ്പോൾ അവരുടെ നെറ്റ്വർക്കിൽ വരുന്ന ഈ ഉപഭോക്തൃ ശൃംഖല എന്ന് പറയുന്നത് യുവാക്കളായിരിക്കണമല്ലോ. അതുകൊണ്ട് അവർക്കിത് കിട്ടാത്തതായപ്പോഴാണ് ഈ പറയുന്ന ബെവ്കോയിലേക്ക്, മദ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ബെവ്കോയുടെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ബാറുകളുടെ കണക്കുകൾ വന്നിട്ടില്ല, അതേപോലെ കള്ളുഷാപ്പിലെ കണക്കുകൾ വന്നിട്ടില്ല. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഇരട്ടിയാകാനാണ് സാധ്യത. ഏതായാലും ഓണം കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് എക്സൈസ് വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടുമല്ലോ. എത്ര കോടി രൂപയാണ് ഇത്തവണ ഓണത്തിന് മലയാളികൾ കുടിച്ചത് എന്ന് നമുക്ക് അന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 6 ദിവസത്തെ 512 കോടി 11 ലക്ഷം രൂപ എന്നതിൻ്റെ ഇരട്ടിയോ അതിലിരട്ടിയോ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. അവിടെ ആണ് കേരളത്തിലെ ഈ യുവാക്കൾ, ഈ തൂഫാനുമായി ബന്ധപ്പെട്ട ആ നെറ്റ്വർക്കിലെ യുവാക്കൾ, അവർക്ക് ലഹരി കിട്ടാതായതോടുകൂടി ഇങ്ങോട്ട് മാറിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇനി നമുക്ക് വേണ്ടത് ഈ മദ്യത്തിനെതിരായിട്ടുള്ള ഒരു തൂഫാനാണ്. അതിന് ഈ പറയുന്ന ആരോഗ്യമന്ത്രി രമേശ് ചെന്നിത്തല ഒരു പദ്ധതി, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് കേരളത്തിലെ യുവാക്കളാണ്, യുവതലമുറയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്രയുമൊക്കെ ബെവ്കോയിൽ കച്ചവടം നടന്നിട്ടും എക്സൈസ് മന്ത്രി പറയുന്നത് ബെവ്കോ ഇപ്പോഴും 400 കോടി രൂപ കടത്തിലാണെന്നാണ്. ഏറ്റവും കൂടുതൽ ബോണസ് ലഭിക്കുന്ന ഒരു വിഭാഗം ബെവ്കോ ജീവനക്കാരാണ്. അവർക്ക് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ഓണ ബോണസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ എക്സൈസ് മന്ത്രി ലിജു പറയുന്നതാകട്ടെ ബെവ്കോ 400 കോടി രൂപയുടെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഇടത് സർക്കാരിൻ്റെ നയം മൂലമാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗാലനേജ് ഫീസ് എന്ന് പറയുന്നത് നേരത്തെ വെറും 5 പൈസയായിരുന്നു. ആ 5 പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ 10 രൂപയാക്കി ഉയർത്തി. അതാണ് നഷ്ടത്തിന്റെ ഒരു കാരണമെന്ന് ലിജു പറയുന്നു. ഇപ്പൊ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ബെവ്കോയെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് ലിജു ആദ്യം പറയുന്നത്. പിന്നീട് ലിജു രണ്ടാമതായി പറയുന്ന കാര്യം ഈ പറയുന്ന ഗാലനേജ് ഫീസിന്റെ 5 പൈസയിൽ നിന്ന് 10 രൂപയിലേക്കുള്ള മാറ്റമാണ്. അങ്ങനെയാണ് ബെവ്കോ നഷ്ടമായി 400 കോടി രൂപയുടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ലിജു പറയുന്നത്. ഏതായാലും ഈ ഓണം കഴിയുമ്പോൾ ഒരുപക്ഷെ ബെവ്കോ ലാഭത്തിലാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഈ 400 കോടിയുടെ നഷ്ടം ഈ ഓണ സീസണിൽ തന്നെ ഒരുപക്ഷെ നികത്താൻ ബെവ്കോയ്ക്ക് കഴിഞ്ഞേക്കുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.